3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 6ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 2 അടി താഴ്ചയിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുമോ? അതാണ് എനിക്ക് പലതരത്തിലുള്ള ഇത്തരത്തിൽ ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട്, ഒപ്പം തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായി അവിടെ നിന്നും കുഴിച്ചെടുത്ത ആ അവശിഷ്ടങ്ങൾ അത് പരിശോധനയ്ക്കും മറ്റും കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തുന്നതെന്ന് നമുക്ക് കരുതാമല്ലേ? ആ ദൃശ്യങ്ങൾ ഏറെക്കുറെ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ബൈജു, സൈതേ, തീർച്ചയായും ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയരികിലുള്ള ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും തത്സമയം കാണുന്ന ദൃശ്യമാണ്. SIT ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ശേഖരിച്ച ഈ അസ്ഥികൂടം അത് പ്ലാസ്റ്റിക് കവറിലാക്കി അത് മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തോതിൽ ഒഴുക്ക് ഈ ഒരു നേത്രാവതി പുഴ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് നേരെ മറുകരയാണ് നമ്മളുള്ളത്. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അത്തരത്തിലുള്ള പരിശോധനയാണ് കൃത്യമായി നടക്കുന്നത്. മാത്രമല്ല, ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പോലീസ് കാവൽ ഈ 4 ദിവസവും 24 മണിക്കൂറും ആയുധമേന്തിയ പോലീസ് കാവൽ വരെ ഏർപ്പെടുത്തിയിരുന്നു. അത്രയും പഴുതടച്ച ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതാണ് തത്സമയ ദൃശ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയുടെ അതിന്റെ സ്ഥിരീകരണമാണ് നമ്മളിപ്പോൾ കാണുന്ന നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന. ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കൂട്ടക്കരച്ചൽ മുഴങ്ങിയ ധർമ്മസ്ഥലയിൽ നിന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അത് മണ്ണിൽ മൂടപ്പെട്ട് കിടന്ന ആ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ശുചീകരണ തൊഴിലാളിയെ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കെട്ടുകഥയെന്ന് പോലും ഒരു ഘട്ടത്തിൽ പല ആളുകളും ഇടപെട്ട ഒരു കാര്യം ഇപ്പോൾ ആ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഒരു മാസ്ക് ധരിച്ച ഒരു റെയിൻ കവർ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. അത് തന്നെയാണോ ഈ ശുചീകരണ തൊഴിലാളി? അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിപ്പിച്ച് ഒപ്പം നടത്തി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന നടക്കുന്നു, അതല്ലേ? അങ്ങനെയല്ലേ സാഹചര്യം?